പൊരിച്ച കോഴിയും നല്ല ജീരകശാല അരി വെച്ച് ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പിന്നെ ഈ ക്രിസ്മസിന് ഈ ബിരിയാണി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റാം. ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ലേശം ഗരം മസാല. ഈ ചിക്കനോട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. പിന്നെ നമ്മുടെ റൈസ് 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വയ്ക്കണം. ഒരു മിക്സിയുടെ ജാറിനകത്ത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് മസാലക്ക് ആവശ്യമുണ്ട്. പിന്നെ എണ്ണയ്ക്കകത്ത് നമുക്ക് ആദ്യം തന്നെ കശുവണ്ടിയും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയാൽ മതി. ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് സെയിം എണ്ണക്കകത്ത് തന്നെ നമുക്ക് നമ്മളുടെ സവാള ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഞാൻ ടോട്ടൽ 6 നമ്പറാണ് സവാള എടുത്തേക്കുന്നത്. അതിനകത്ത് 4 ഫ്രൈ ചെയ്യുന്നുണ്ട്. 1.5 സവാള നമുക്ക് മസാല ഉണ്ടാക്കണം. പിന്നെ ഒരു പകുതി നെയ്ച്ചോറ് ഉണ്ടാക്കണം. ഒരു മീഡിയം ഫയറിൽ വേണം നമുക്കൊന്ന് ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. എപ്പോഴും ബിരിയാണിക്ക് ഓണിയൻസ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 90% ആവുമല്ലോ, അപ്പോൾ അതിനെടുത്ത് മാറ്റിയേക്കണം. ബാക്കിയുള്ള 10% ഈ ഓണിയൻ ഫ്രൈ ചെയ്ത ചൂടുണ്ടല്ലോ അതിനകത്ത് തന്നെ ആയിക്കോളും. കണ്ട പെർഫെക്റ്റ് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. പിന്നെ സെയിം എണ്ണക്കകത്ത് തന്നെ നമ്മളുടെ കോഴി ഉണ്ടല്ലോ അത് പൊരിച്ചെടുത്തേക്കാം. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 9-10 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ബിരിയാണിക്ക് നമുക്ക് ഫുൾ ഡൺ ആയിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. ഫുൾ ഡൺ ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ദം ചെയ്യുമ്പോഴത്തേക്ക് ചിക്കൻ ഓവർ കുക്കായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഒരു 60-70% മാത്രം വേവിക്കത്തുള്ളൂ. എന്നിട്ട് സെയിം എണ്ണക്കകത്ത് തന്നെ നമുക്കൊന്ന് മസാല ഉണ്ടാക്കാം. നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്. ഇത് അധികം ഒന്ന് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്വതയായാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കല്ലേ ഒരു കിടിലൻ മണം പുറത്തേക്ക് വരും. നന്നായി മിക്സായി വന്നതിന് ശേഷം ഞാൻ ഇതിന് വേണ്ടി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മതി. ഈ സമയത്ത് ഇതിനകത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് പച്ച മണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എല്ലാം ഒരു മീഡിയം ഫയറിലാണ് ചെയ്യുന്നത്, ഫയർ കൂട്ടി വെച്ചിട്ടില്ല. ഇതിൻ്റെ മസാല പച്ചമണം പോയതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻറ്റും കൊറിയാണ്ടറും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവ് തൈരാണ് യൂസ് ചെയ്യുന്നത്. തൈരിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായി റെസ്റ്റ് ആയിട്ടുണ്ട്. മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏകദേശം 1 ടീസ്പൂൺ അളവ് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം, ഫ്രഷായിട്ട് പൊടിച്ചത്. അതാണ് ബിരിയാണി നല്ല ഫ്ലേവർ കിട്ടും. മസാല മിക്സായി വന്നതിന് ശേഷം 5 മിനിറ്റ് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയൻസ് ഉണ്ടല്ലോ അതിനകത്ത് 75% നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ബാക്കി 25% ഗാർണിഷ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയായിട്ട് നെയ്ച്ചോറ്. 2-3 ടേബിൾ സ്പൂൺ നെയ്യ്, ഹോൾ സ്പൈസ് ഇട്ടിട്ടുണ്ട്. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബിരിയാണി ലീഫ്, പിന്നെ പകുതി സ്ലൈസ് ചെയ്ത സവോള. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ സോത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പച്ച മണം പുറത്തേക്ക് വരും. ആ വരുന്ന സമയത്താണ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത റൈസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നെയ്ക്കകത്ത് തന്നെ. ഞാനെന്ത് ചെയ്ത് തരുമോ, ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ റൈസ് ഞാൻ സ്ട്രെയിൻ ചെയ്ത് വെച്ചായിരുന്നു. കാരണം നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് സ്ട്രെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചിനകത്ത് വെള്ളം കൂടുതലുണ്ടാവും. അതുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചു. പിന്നെ 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അതാണ് റേഷ്യോ. നിങ്ങൾ ഓൾറെഡി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ട് ഇതൊന്ന് തിളച്ച് വരണം. എപ്പോഴും നെയ്ച്ചോറ് ദം ചെയ്യുമ്പോഴത്തേക്ക് ഈ റൈസും വാട്ടർ ഉണ്ടല്ലോ അത് ഏകദേശം ഒരേ ഈക്വൽ ലെവലിൽ വരണം. എന്നിട്ട് വേണം നമുക്ക് നെയ്ച്ചോറ് ദമ്മിടാൻ. ഈ ലെവലായി വന്നിട്ടുണ്ട്. പഴയ ദോശത്തവ കുറച്ച് മേലെന്തെങ്കിലും വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ഒരു 12 മിനിറ്റ് ദം എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ നെയ്ച്ചോറ് റെഡിയാണ്. ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു ലാഡിൽ വെച്ച് കഴിഞ്ഞിട്ട് കുത്തി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് മോയ്സ്ചർ ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇപ്പോൾ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് റീഹീറ്റ് ചെയ്യാം. ചിക്കൻ്റെ മസാല ചൂടായി വന്നതിന് ശേഷം നമുക്കിതിനകത്ത് നമ്മുടെ റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, നെയ്ച്ചോറിൻ്റെ ടോപ്പ് ലെയർ ഉണ്ടല്ലോ അതായിരിക്കും താഴെ വരേണ്ടത്. കണ്ട ഈ ടോപ്പ് ലെയർ താഴെയും പിന്നെ താഴെ റൈസ് മേലിലാണ് വരേണ്ടത്. ഇങ്ങനെ എപ്പോഴും ഉൾട്ടാവായിട്ട് നമ്മളെപ്പോഴും ദം ചെയ്യാറ്.
റൈസൊക്കെ ഒന്ന് ലെവലായി കൊടുത്തിട്ട് പിന്നെ പറഞ്ഞ പോലെ പഴയ ദോശത്തവ ഒരെണ്ണം താഴെ കയറ്റി വയ്ക്കാം. തീ ഒരു സ്ലോ ഫയറിൽ വെച്ചാൽ മതി. ഫ്രൈഡ് ഓണിയൻസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മിൻറ്റും കൊറിയാൻഡറും ഗരം മസാല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് നെയ്യും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത കാഷ്നട്ടും റൈസിൻസും എല്ലാം കൂടി ഒരു 12-15 മിനിറ്റ് വളരെ സ്ലോ ഫയറിൽ ദം ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദമ്മ് പൊട്ടിക്കുന്നു. ഇതൊരു കിടിലൻ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ കഴിച്ചപ്പോൾ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് തന്നെ എന്തായാലും ഫോളോ ചെയ്യണം. 60% ചിക്കൻ വെന്തിട്ട് ബാക്കിയൊക്കെ ദമ്മിൽ കുക്ക് ചെയ്താൽ മതി. താങ്ക് യു ഗൈസ്. ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.